പത്രസമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ കൊടുങ്ങല്ലൂർ ശ്രീനാരായണ സമാജം, കൊടുങ്ങല്ലൂർ മേത്തലയിലാണ് ശ്രീനാരായണ സമാജം 1960കളിൽ സ്ഥാപിതമായ ഒരു സാമ്പത്തിക സ്ഥാപനമാണ്. ഞങ്ങൾ എല്ലാ വർഷവും ഗുരുവിൻ്റെ പേരിലുള്ള ഗുരുദർശന അവാർഡ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് 30ാമത് ഗുരുദർശന അവാർഡാണ് ഇവിടെ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ പേര് ബിജുകുമാർ. ഇത് സജീവൻ വൈസ് പ്രസിഡന്റ്, TS സജീവൻ വൈസ് പ്രസിഡന്റ്, അമ്പിളികുമാർ ട്രഷറർ. ഇത്തവണത്തെ ഗുരുദർശന പുരസ്കാരം മലയാളത്തിൻ്റെ പ്രശസ്ത കവി പ്രൊഫസർ K. സച്ചിദാനന്ദനാണ് അർഹനായിരിക്കുന്നത്. അത് സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന ഒരു അവാർഡാണ് സമർപ്പിക്കുക. എല്ലാ വർഷവും അത്തരത്തിലാണ് അവാർഡ് സമർപ്പിക്കാറുള്ളത്. ഗുരുദർശന പുരസ്കാരത്തിൻ്റെ ജേതാക്കളുടെ ഒരു ലിസ്റ്റ് മുൻപ് കൊടുത്തിട്ടുള്ള ലിസ്റ്റ് ഇതിൻ്റെ ഈ വാർത്തയുടെ പുറയിലെ പേജിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. വളരെ പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരൊക്കെ ആയിട്ടുള്ള ആളുകൾക്കാണ് അവാർഡുകൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സമാന സ്വഭാവമുള്ള സാമ്പത്തിക സ്ഥാപനങ്ങളെക്കാൾ വ്യത്യസ്തമായി സമാജം ചെയ്തു വരുന്ന ഒരു പ്രത്യേക അവാർഡാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ സമാജം മാത്രമാണ് ഇത്തരത്തിലുള്ള അവാർഡ് കൊടുക്കുന്ന ആയിട്ടാണ് എനിക്ക് എൻ്റെ അറിവിൽ പെട്ടിടത്തോളം സമാജം മാത്രമാണ് ചെയ്തു വരുന്നത്. ഈ ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി OJ ജിനീഷാണ്. അദ്ദേഹം ഈ ഫംഗ്ഷൻ ചതയ ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യും. പിയേഴ്സൺ മാസ്റ്റർ സച്ചിദാനന്ദ മാഷെക്കുറിച്ചും ഗുരുസ്മരണയും നടത്തി പ്രഭാഷണം നടത്തും. അത്തരത്തിലുള്ള ചടങ്ങാണ് അന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അന്ന് തന്നെ മികച്ച വിദ്യാർത്ഥികൾക്ക് നമ്മളെല്ലാ വർഷവും അവർക്ക് ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ പഠനത്തിൻ്റെ മികവിന് മാത്രമല്ല, നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഈ സമാജവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ സാമ്പത്തിക സഹായങ്ങളും പ്രോത്സാഹന സമ്മാനങ്ങളും കൊടുക്കുന്നത്. അത്തരത്തിലൊരു ചടങ്ങ് കൂടിയുണ്ട്. വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പഠന സഹായവും ക്യാഷ് വിതരണവും കൂടിയുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഗുരുധർമ്മ പ്രചരണത്തിന് ഊന്നിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും നടത്തുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇത് നല്ല രീതിയിൽ വാർത്തയായി കൊടുത്ത് നമ്മളിതിനൊരു പ്രചരണം കൊടുക്കണമെന്ന് ഒരു ഇതുകൂടി അഭ്യർത്ഥന കൂടി വെക്കുകയാണ്. ഈ വർഷത്തെ ഈ അവാർഡ് സച്ചിദാനന്ദ മാഷ് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഇതിന് അർഹനാണെന്ന് ഒരു തർക്കമില്ലാത്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തെങ്കിലും സാധാരണ നമ്മൾ ഒരു ജൂറി കമ്മിറ്റി വെച്ചിട്ട് പുസ്തകങ്ങൾ ക്ഷണിച്ചിട്ടാണ് അവാർഡ്, ആ പുസ്തകത്തിനാണ് അവാർഡ് കൊടുക്കാറുള്ളത്. അല്ലാത്ത രീതിയിൽ മുമ്പ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. സുമാർ അഴീക്കോടിന് കൊടുത്തിട്ടുണ്ട്, MK സാനു, അങ്ങനെയുള്ള വലിയ ആളുകൾക്ക്, മഹാന്മാരായിട്ടുള്ള കേരളത്തിലെ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലൊരു തീരുമാനം ഇത്തവണ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ കൃതികൾ ക്ഷണിച്ചുകൊണ്ട് അല്ല ഇത്തവണ ചെയ്തിട്ടുള്ളൂ. സമഗ്ര സംഭാവനയ്ക്കിട്ട് നമ്മൾ സാധാരണ ചെയ്യാറ് ഈ പറഞ്ഞ അതിനാണ് പ്രാമുഖ്യം കൊടുക്കാറ്. വൈജ്ഞാനിക സാഹിത്യത്തിനും അത്തരത്തിലുള്ള കാര്യത്തിലാണ് നമ്മൾ പരസ്യം കൊടുക്കുമ്പോൾ അങ്ങനെ പ്രത്യേകം പറയാറുണ്ട്. ഈ നവോത്ഥാനവും വൈജ്ഞാനിക സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പുസ്തകങ്ങൾക്കാണ് കൊടുത്താറ്. നിങ്ങൾക്ക് ആ ലിസ്റ്റ് കണ്ടാൽ ഏകദേശം മനസ്സിലാവും. അല്ലാത്ത പുസ്തകങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. അല്ല, ഈ പുസ്തകങ്ങളിൽ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഇല്ലാത്തൊരു വർഷങ്ങളിലാണ് നമ്മൾ ഈ സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാറുള്ളത്.